ഫ്രണ്ട്സ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയുവാൻ എന്തെന്നില്ലാത്ത പേടി, ഇനി പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ഡൗട്ട്, ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത ഭയം, നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഇതെല്ലാം ചെയ്യണമെന്നും കോൺഫിഡൻസോടുകൂടി എല്ലാവരോടും സംസാരിക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല. അതാണ് ഇവിടെ നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാത്തതല്ല പ്രശ്നം, മറിച്ച് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അതല്ല എങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എനഫായിട്ടുള്ളൊരു വ്യക്തിയല്ല, നിങ്ങൾ അത്ര പോരാ എന്നുള്ളൊരു വിശ്വാസം, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതൊരു ഐഡൻറ്റിറ്റി ആയിട്ട് സ്വീകരിക്കാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന അവസരങ്ങളെ പോലും നമുക്ക് കാണുവാൻ കഴിയില്ല. ഇനി അവസരങ്ങൾ നമ്മൾ കണ്ടാൽ പോലും നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. ഫ്രണ്ട്സ്, ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ഐ ആം കോൺഫിഡൻറ്റ്, ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് വേണം, പക്ഷെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻസ് എടുക്കാനായിട്ട് തയ്യാറാവണം. കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും എവിഡൻസ് ആണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എവിഡൻസ് തേടാൻ തുടങ്ങും. അതായത് ഇന്നലകളിലെ ഫയലുകൾ ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് നമ്മൾ ആ വ്യക്തിയെ കണ്ടപ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, ഒരുപക്ഷെ നമ്മൾ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ടാകാം. ഇനിയിപ്പം നമ്മൾ ബോസിനെ കാണുന്ന സമയത്ത് അദ്ദേഹം കാണാതെ ഒളിച്ചിരുന്നിട്ടുണ്ടാകാം. അപ്പോൾ ബ്രെയിൻ എന്താണ് നമ്മളോട് പറയുന്നത്? ഇന്നലെ നീ അയാളെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറിയില്ലേ, അയാളെ കണ്ടിട്ട് എന്താണ് ഒന്നും മിണ്ടാതെ പോയില്ലേ, അങ്ങനെയുള്ള നീ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുന്നത്? അപ്പോൾ ഇവിടെ ബ്രെയിൻ നമ്മളുമായിട്ട് സംസാരിക്കുന്ന എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ചെറിയ ആക്ഷൻസ് എടുക്കുന്നതിലൂടെ ബ്രെയിൻ ചെറിയൊരു എവിഡൻസ് കിട്ടുകയാണ്. ആ എവിഡൻസ് കിട്ടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് അല്പമായിട്ടെങ്കിലും അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു ചെറിയ ആക്ഷൻ എടുക്കുന്നു, വീണ്ടും ബ്രെയിൻ ഒരു എവിഡൻസ് കിട്ടുന്നു, വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഈ ചെറിയ ചെറിയ ആക്ഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വരുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസിനെ നമുക്ക് കൂട്ടുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സസൈസ് ചെയ്താലോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ആദ്യം ഒരു പേനയും പേപ്പറും എടുക്കുക. അതിനുശേഷം നിങ്ങൾ പേപ്പറിലേക്ക് എഴുതുക, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന 3 നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാൻ എന്തെന്നില്ലാത്ത പേടിയാണ്, അല്ലേ? അതൊരു നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതുക, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാൻ പേടിയാണ്. അത് എതിർലിംഗത്തിലുള്ള വ്യക്തിയാകാം, അതല്ല നിങ്ങളുടെ ബോസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് ആകാം, ആരുമാകട്ടെ. ഇന്ന ആളുടെ മുമ്പിൽ ഞാൻ വളരെ പേടിച്ചാണ് സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാൻ ഭയങ്കര പേടിയാണ്. ഇനി ഒരു കാര്യം ചെയ്യാൻ തൊട്ട് താഴെ നിങ്ങൾ അതിനെ ഒന്ന് പോസിറ്റീവായിട്ട് എഴുതി നോക്കിക്കേ. വേറെ നഷ്ടങ്ങളൊന്നുമില്ലല്ലോ, നമ്മളത് പോസിറ്റീവായിട്ടൊന്ന് എഴുതി വയ്ക്കുന്നു, അത്രമാത്രം. എങ്ങനെ നമുക്ക് എഴുതാം? ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ എൻ്റെ ഇഷ്ടം പറയുന്നു. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ എൻ്റെ ബോസിനോട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ എഴുതിയല്ലോ. അപ്പം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ പോസിറ്റീവായിട്ട് എഴുതി വെച്ചു. അപ്പോൾ ബ്രെയിൻ എന്താണ്? എവിഡൻസ് തേടും. ശരിടാ, നീ ഇന്നലെയും അയാളെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറിപ്പോയ ആളല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഒരു സ്പോട്ടിൽ എന്താണ്, നമ്മുടെ ബോസിനെ കാണുന്ന സമയത്ത് സാർ ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? കൂടുതലൊന്നും വേണ്ട, 1-2 വരികൾ മാത്രം നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ മതി. ഇനിയിപ്പോൾ നാളെ തന്നെ പോയി അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് ഒരുപാടങ്ങ് സംസാരിക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. 1-2 വരികളിൽ ഒതുക്കുക. ഹായ് സാർ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, അല്ലേ? 1-2 വരിയിൽ തന്നെ നമുക്ക് ഒതുക്കാം. പക്ഷെ നമ്മൾ അവിടെ ഒരു ചെറിയ ആക്ഷൻ എടുത്തില്ലേ? ബ്രെയിനിന് വേണ്ടത് ഒരു എവിഡൻസ് ആണ്. പിന്നെ സാഹചര്യം നോക്കി സംസാരിക്കാൻ കൂടി പഠിക്കുക. അദ്ദേഹം ഇനി വാലിന് തീ പിടിച്ച് പോകുന്ന സമയത്ത് ഇതൊന്നും ചോദിക്കാൻ നിൽക്കരുത്, അത് കൂടുതൽ നെഗറ്റീവ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എവിഡൻസ് നമ്മളുടെ ബ്രെയിന് നമ്മൾ കൊടുത്തു. വീണ്ടും നമ്മൾ പറയുകയാണ്, ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ ബ്രെയിൻ എന്താണ്? ഫയലുകൾ എടുക്കാൻ തുടങ്ങും. ഇന്നലത്തെ ഫയലിൽ എന്താണ് കിടക്കുന്നത്? ഇന്നലെ അദ്ദേഹത്തിന് മുമ്പിൽ പോയി ഒരു ചെറിയൊരു ആക്ഷൻ എടുത്തു, ഒന്ന് ചെറുതായിട്ട് സംസാരിച്ചു. ആ ഒരു എവിഡൻസ് ബ്രെയിൻ നമുക്ക് മുൻപിൽ തരും. വീണ്ടും അടുത്ത ദിവസം ഈ ഒരു ചെറിയ ആക്ഷൻ അല്ലെങ്കിൽ ചെറിയ സ്റ്റെപ്പുകൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് ബ്രെയിനിന് കൂടുതൽ എവിഡൻസ് കിട്ടുന്നു. അതിലൂടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ നമുക്ക് കൂട്ടുവാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ കമ്പാരിസൺ ആണ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ 20ാമത്തെ ചാപ്റ്ററുമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ 2ാമത്തെ ചാപ്റ്റർ കമ്പയർ ചെയ്യുക.
അതിനുശേഷം ഞാൻ അത്ര പോരാ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പിന്നോട്ടേക്ക് മാറുക. ഇത് നമ്മൾ എപ്പോഴും ഒഴിവാക്കുക. കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും ഇന്നലത്തെ നമ്മളോട് മാത്രമായിരിക്കണം. ഇന്നലത്തെ നമ്മളിൽ നിന്നും നമ്മൾ എത്രത്തോളം ഇന്ന് മാറിയിട്ടുണ്ട്, ആ ഒരു കോമ്പറ്റീഷൻ നമ്മൾ നമ്മളോട് തന്നെ കൊടുത്തു നോക്കിക്കേ. ഈ ആക്ഷനിലൂടെ നമ്മൾ ഇതാണ് തെളിയിക്കുന്നത്. ഇന്നലെ ഞാൻ ഒരു ചെറിയൊരു സ്റ്റെപ്പ് എടുത്തു, ഇന്ന് കുറച്ചുകൂടി മാറി ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ എടുത്തു, നാളെ ഇന്നത്തേക്കാൾ കൂടുതൽ സ്റ്റെപ്പുകൾ എടുക്കാൻ ഞാൻ തയ്യാറാവുന്നു, അല്ലേ? അതിൽ നിന്നാണ് നമ്മുടെ കോൺഫിഡൻസിനെ നമുക്ക് കൂട്ടുവാൻ കഴിയുന്നത്. ഫ്രണ്ട്സ്, നമ്മളൊരു വലിയൊരു സത്യം തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവർ നമുക്ക് ചാർത്തി തന്നിട്ടുള്ള ഇമേജ് ഉണ്ട്. ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ ഡിഫൈൻ ചെയ്യരുത്. മറിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുക, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുക. ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു? അതായത് ലോകം നിങ്ങളെ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളായിട്ട് ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിത്രം മാറുന്ന സമയത്ത് നിങ്ങളുടെ ആക്ഷൻസ് മാറാൻ തുടങ്ങും. ആക്ഷൻസ് മാറുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് മാറാൻ തുടങ്ങും. റിസൾട്ട് മാറുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അങ്ങോട്ട് ഉയരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ തന്നിട്ടുള്ള എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ മിറർ പ്രാക്ടീസ് ഒക്കെ ഏറ്റവും ഫലവത്തായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് ബ്രെയിന് കൂടുതൽ എവിഡൻസ് കൊടുക്കാനായിട്ട് തയ്യാറാവുക. അതിലൂടെ നമ്മുടെ കോൺഫിഡൻസിനെ നമുക്ക് കൂട്ടുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.